മുന്നിലൊക്കെ താത്തി പിടിക്കാൻ എന്താണ് ഫീൽ ചെയ്യുന്നത്? ഒരുപാട് സന്തോഷമുണ്ട്, ഒരുപാട് നന്ദിയുണ്ട് എല്ലാവരോടും. സ്നേഹവും കടപ്പാടൊക്കെ ആയിട്ട് അങ്ങനെ നിൽക്കുന്നു. ഇപ്പം ഇന്നലെ ഗ്രാൻഡ് ഫിനാലെ കഴിഞ്ഞല്ലേ ഉള്ളൂ, അപ്പോൾ അതിന്റെ കുറച്ച് ക്ഷീണമൊക്കെ ഉണ്ട്. ഇന്നലെ രാത്രി ഉറങ്ങാതെ വെച്ചിട്ട് ഇന്നലെ ഇറങ്ങിയതല്ലേ ഉള്ളൂ, അപ്പോൾ അതിന്റെ ഒരു എക്സൈറ്റ്മെന്റും പിള്ളേരുമായിട്ടൊക്കെ വിളിക്കുകയും സംസാരമൊക്കെ ആയിരുന്നു. അപ്പൊ അതിന്റെ ക്ഷീണമുണ്ട്. എയർപോർട്ടിലോട്ട് പോകുമ്പോൾ ഇത്രയും ദിവസങ്ങൾ ബിഗ് ബോസ് ഹൗസിൽ നിന്നിട്ട് പുറത്തേക്ക് ഇറങ്ങി കഴിഞ്ഞപ്പോൾ ഒരു ഫീൽ എന്താണ്? ഞാൻ വിചാരിച്ചിരുന്നതിനെക്കാളും ഭയങ്കര ഡിഫറെന്റ് ആണ്. ഒരുപാട് സ്നേഹിക്കുന്ന ആൾക്കാരുണ്ട്. പ്രത്യേകിച്ച് എന്ത് പറയണമെന്ന് അറിയാൻ വയ്യ. കാരണം ഞാൻ അത്രയും കുറേ പേരുടെ മെസ്സേജും കുറേ പേരുടെ കോളും കുറേ വീഡിയോസും അതൊക്കെ കണ്ടു എനിക്ക് ഭയങ്കര സന്തോഷത്തിലാണ്. ജാസ്മിൻ ഒന്നാം സ്ഥാനത്ത് എത്തുമെന്ന് പ്രതീക്ഷ കുറേ പ്രേക്ഷകരുണ്ടല്ലോ. അവര് ഫാൻസ് എന്നോ ഇല്ലെങ്കിൽ ഒരുപാട് ഇഷ്ടപ്പെടുന്ന കുറേ ആളുകൾ. അപ്പൊ അവരോടൊക്കെ എന്താണ് പറയാനുള്ളത്? ഞാൻ അതിന്റെ അകത്തായിരുന്നപ്പോൾ എനിക്ക് അങ്ങനെ ഒരു അത്രയും പോയിട്ടില്ല. കാരണം ഞാൻ ഇവിടം വരെ എത്തുമെന്ന് വിചാരിച്ച ഒരാളല്ല. പിന്നെ പുറത്തിറങ്ങിയിട്ടാണ് ഞാൻ കുറേ വീഡിയോസ് ആയാലും അല്ലെങ്കിൽ കുറേ മെസ്സേജസ് ആയാലും ഞാനിങ്ങനെ കാണുന്നത്. അപ്പം അവരെന്തൊക്കെയാണ് കണ്ടത്, അല്ലെങ്കിൽ എന്തൊക്കെ ക്വാളിറ്റിയാണ്, അല്ലെങ്കിൽ എന്താണ് ഏതാണെന്നുള്ളത് ഞാൻ അറിഞ്ഞു വരുന്നതേ ഉള്ളൂ. മൊത്തം വീഡിയോ അല്ലെങ്കിൽ അങ്ങനെ ഇരുന്ന് ഫോൺ നോക്കാനുള്ളൊരു സമയവും സാഹചര്യമൊന്നും എനിക്ക് ഉണ്ടായിട്ടില്ല. പിന്നെ പർസന്റെ പേര് എന്തായാലും കിട്ടിയതിൽ ഞാൻ വളരെ 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 ഹാപ്പി. ഈ പുറത്തുള്ള പ്രേക്ഷകർ പറയുന്നത് ബിഗ് ബോസ് ഈ തവണ കൊണ്ടുപോയത് ജാസ്മിൻ എന്നൊരൊറ്റ ആളുടെ കണ്ടന്റ് മൊത്തം പോയത് ജാസ്മിൻ എന്നുള്ള രീതിയിലായിരുന്നു പോയത്. അപ്പോ ജാസ്മിന് ഇപ്പോ ഇതൊക്കെ കേൾക്കുമ്പോൾ ജാസ്മിന് എന്താ തോന്നുന്നത്? ആ ഒരു ഫീൽ എന്താണ്? ഞാനങ്ങനെ പ്രത്യേകിച്ചൊരു കണ്ടന്റ് കൊടുക്കണമെന്നും പറഞ്ഞ് ഞാനൊന്നും പ്രത്യേകിച്ച് ക്രിയേറ്റീവ് ഒന്നും ചെയ്തിട്ടില്ല. ഞാൻ എന്തിനാണോ ഞാൻ അത് തന്നെയാണ് അവിടെ നിന്നിട്ടുള്ളത്. അല്ലാതെ പ്രത്യേകിച്ചായിട്ടൊന്നും അങ്ങനെയൊന്നും ചെയ്തിട്ടില്ല. അല്ല, ഇപ്പൊ ഈ ജാസ്മിൻ ആണെങ്കിൽ ഫൈനൽ 5 ഒരു ഒറ്റ ലേഡി വരുന്നു. അപ്പൊ അതൊരു ശരിക്കും പറഞ്ഞാൽ ഒരു പ്രൗഡ് മൊമെന്റ് അല്ലേ ശരിക്കും? ഞാൻ ഭയങ്കര പ്രൗഡായിരുന്നു. അല്ല, ആ പ്രൗഡ് മൂവ്മെന്റ് ഒന്ന് പറഞ്ഞത്. ഞാൻ ഭയങ്കര പ്രൗഡായിരുന്നു. കാരണം ഇത്രയും പേരില് ഒരു ഫീമെയിൽ കണ്ടസ്റ്റന്റ് ആയിട്ട് ടോപ്പ് 5 വന്നതിൽ ഒരുപാട് സന്തോഷമുണ്ട്. സത്യവും നന്ദിയാണ് എനിക്ക്. ഇതായി അത് വൃത്തിയാണ്. ഈശ്വര, നിങ്ങളെല്ലാം കൂടെ ഉണ്ടാക്കി വെച്ച ലിപ്സ്റ്റിക് ഒക്കെ ഇട്ടിട്ട് വരില്ലായിരുന്നോ? ചേച്ചി എന്തെങ്കിലും ക്ലാമറ പുറത്തേക്ക് ഇറങ്ങാൻ ചേച്ചിന്റെ പുറത്തേക്ക് വരാം. എങ്ങനെ ചേച്ചി ഫിനാലെ ഒരു നിങ്ങൾ കണ്ടില്ലേ? അടിപൊളിയായിരുന്നു. നല്ല എന്താ പറയുക, ഭയങ്കര സന്തോഷം. പിന്നെ എക്സൈറ്റിംഗ് ഒരു നിമിഷങ്ങളായിരുന്നു. ഈ പറഞ്ഞ എന്നെ സംബന്ധിച്ച് എല്ലാവരും ഒരുപോലെ കപ്പടിച്ചൊരു ഫീലായിരുന്നു. കാരണം ഈ ഒരു സീസൺ അറിയാമല്ലോ, എല്ലാവരും ഒന്നിനൊന്നിനും മെച്ചമായിരുന്നു. അപ്പോൾ അത് കാരണം ഇവിടെ നിന്ന് ഓരോരുത്തരും ഈ സീസൺ ഭംഗിയാക്കി ഈ സീസണിൽ വിൻ ചെയ്തവരാന്ന് വിശ്വസിക്കുന്ന ഒരാളാണ്. ആദ്യം ഇറങ്ങിയ ആളായാലും അവസാനം കപ്പടിച്ച ആളായാലും എല്ലാവരും ഒന്നിനൊന്നിനും മെച്ചമായിരുന്നു. സന്തോഷം അല്ലാതെ വേറെ തോന്നാൻ. എക്സ്പെക്ട് ചെയ്ത ആൾ തന്നെയാണോ കപ്പടിച്ചേക്കുന്നത്? എങ്ങനെയാണോ നിങ്ങൾ എന്നെ കൊണ്ട് കുത്തി ചോദിപ്പിച്ചിട്ട് നാളെ ലെമിനാറാണ് ഇങ്ങനെ പറഞ്ഞു പോയെ. എന്നാലും ചേച്ചിയുടെ പ്രഡിക്ഷൻ അങ്ങനെയൊക്കെ തന്നെയാണ്. ഞാൻ ആദ്യമേ പ്രഡിക്ട് ചെയ്ത 2-3 പേരുണ്ടായിരുന്നു. അതിൽ ജിൻഡോയും ഉണ്ടായിരുന്നു. എന്നാലും കപ്പ് ഒരു ലേഡി കൂടെ ഉണ്ടായിരുന്നു അതിനകത്ത്. എന്താണ് ചേച്ചിയുടെ ആഗ്രഹം എന്തായിരുന്നു തോന്നുന്നു? അങ്ങനെയൊന്നുമില്ല, എല്ലാവരും അതാ ഞാൻ പറഞ്ഞത്. ടോപ്പ് 5 വന്ന എല്ലാവരും കപ്പടിക്കാൻ അർഹരാണ്. പിന്നെ ഈ പറഞ്ഞപ്പോൾ ഒരാൾക്കല്ലേ കപ്പ് കൊടുക്കാൻ പറ്റും. അതിനിപ്പം നമ്മൾ ഒന്നും പറഞ്ഞിട്ട് കാര്യമില്ല. അത് പബ്ലിക്കിന്റെ വോട്ടിങ്ങിലൂടെയാണ് ലാസ്റ്റ് ഒരാൾക്ക് കപ്പ് കൊടുക്കുന്നത്. അതിലൊന്നും യാതൊരു വേറെ ഒന്നുമില്ല. അതാണ് സന്തോഷം, ഒരുപാട് സന്തോഷം. അടിപൊളിയായിരുന്നു. അതാണ് ഫിനാലെ, അടിപൊളിയായിരുന്നു. ഓക്കെ, താങ്ക് യു.